ഹായ് നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ഒരു ചെയർ വാങ്ങിക്കുമ്പോൾ 90% ആൾക്കാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. ഈ ചെയറിൻ്റെ റിബ്ബുകളെ കുറിച്ച് എല്ലാവരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയർ വാങ്ങിക്കുമ്പോൾ പ്ലാസ്റ്റിക് ചെയറുകൾ വാങ്ങിക്കുമ്പോൾ കളറ്, അതുപോലെ അതിൻ്റെ മോഡലുകൾ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഡിസൈൻ, ഇതൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ ചെയർ വാങ്ങിക്കുന്നത്. എന്നാൽ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെയറിൻ്റെ ഉറപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെയറിൻ്റെ റിബ്ബുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് റിബ്ബുകൾ എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം. റിബ്ബുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇരിക്കുന്ന ചെയറിൻ്റെ അതിൻ്റെ ഇരിപ്പിടത്ത് നമ്മൾ ഇരിക്കുന്ന ഭാഗത്തിൻ്റെ ബേസ്മെൻറ്റിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ നമ്മൾ ചാരുന്ന ഭാഗത്തിൻ്റെ ബാക്ക് റെസ്റ്റിൻ്റെ പിൻഭാഗത്ത് കാണുന്ന പ്ലാസ്റ്റിക് കൊണ്ടുള്ള ലൈൻ പോലെയുള്ള മോൾഡിങ്ങുകളുണ്ട്. അതിനെയാണ് റിബ്ബുകൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയറിൻ്റെ ശക്തിയെ, മൊത്തത്തിലുള്ള ശക്തിയെ നിയന്ത്രിക്കുന്ന, മൊത്തത്തിലുള്ള ശക്തിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു പോർഷനാണ് ഈ റിബ്ബുകൾ എന്ന് പറയുന്നത്. അപ്പോൾ റിബ്ബില്ലാത്ത ചെയറുകളാണെങ്കിൽ പെട്ടെന്ന് അത് ഫ്ലെക്സിബിളായി പോകും, പെട്ടെന്ന് അത് വളഞ്ഞു പോകും, പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള റിബ്ബുകൾ ഉണ്ടെന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് ഈ റിബ്ബ് എങ്ങനെയാണ് ഈ ചെയറിൻ്റെ ഉറപ്പിനെ കൂട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലുകൾ, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ എല്ലുകൾ, നമ്മുടെ മസിൽ എല്ലില്ലെങ്കിൽ എന്താ സ്ഥിതി, ഇങ്ങനെ ആടി തൂങ്ങി കളിക്കില്ലേ നമ്മുടെ മസിലുകൾ. അപ്പോൾ എല്ലാണ് ശരിക്കും നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് തന്നെ ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത് ശരിക്കും നമ്മളെ സ്കെലിറ്റൽ സിസ്റ്റം ആണല്ലോ, ബോൺസ് ആണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു രൂപം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ചെയറുകളുടെ ചെയറിൻ്റെ ചെയറിന് സപ്പോർട്ട് കൊടുക്കുന്ന ബോണുകളാണ് ഈ റിബ്ബുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2-3 ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മെയിൻ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെയറിനൊരു സ്റ്റിഫ്നെസ് കിട്ടും, ഒരു ഉറപ്പ്, ഒരു പിടിച്ചുറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ റിബ്ബുകൾ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇത് കണ്ടമാനം ബെൻഡിങ് ആവാതിരിക്കാൻ ഈ റിബ്ബുകൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. റിബ്ബുകൾ സപ്പോർട്ട് ചെയ്തിട്ട് ആ ഓവർ ബെൻഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ നമ്മളുടെ ഈ ബോഡിയുടെ വെയ്റ്റ്, നമ്മുടെ ശരീരത്തിൻ്റെ വെയ്റ്റ് അത് എല്ലാ ഭാഗത്തും ഒരുപോലെ വിതരണം ചെയ്യാൻ, ഈവൻ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് അതിന് പറയുക, അങ്ങനെ ചെയ്യാൻ നമുക്ക് ഈ റിബ്ബുകൾ സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ ചെയറിൻ്റെ മേലെ നമ്മൾ എന്തെങ്കിലും സമ്മർദ്ദം പ്രയോഗിക്കുമ്പോൾ അത് ക്രാക്ക് ആവാതിരിക്കാനൊക്കെ ഈ റിബ്ബുകൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ ഈ ചെയറുകൾ വാങ്ങിക്കുമ്പോൾ നമ്മളിത് തല തിരിച്ച് നോക്കണം, ഇൻവെർട്ട് ചെയ്തിട്ട് നോക്കുക. അതുപോലെ നമ്മുടെ ബാക്ക് റെസ്റ്റ് ആണെങ്കിൽ പിൻഭാഗത്ത് തിരിച്ചിട്ട് നോക്കുക. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് റിബ്ബുകൾ ഇങ്ങനെ ലൈനായിട്ട് നമുക്ക് കാണാൻ പറ്റും. തിരിച്ച് നോക്കുമ്പോൾ അടിയിൽ നമുക്ക് ഈ റിബ്ബുകൾ, പ്ലാസ്റ്റിക് റിബ്ബുകൾ നമുക്ക് കാണാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോങ് ലൈഫ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെയറിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ റിബ്ബുകൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു റിബ്ബുള്ള ചെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിബ്ബില്ലാത്ത ചെയറിനെ സംബന്ധിച്ച് കൂടുതൽ വെയിറ്റ് താങ്ങും. പിന്നെ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ, ഈ ബെൻഡിങ് ആവുന്ന കുഴയുന്ന ചെയറുകളിലൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ റിബ്ബുള്ള ചെയറുകളാണെങ്കിൽ അത് സ്റ്റഡി ആയിട്ട് അവിടെ നിന്നോളും. നമുക്ക് ഫേമായിട്ട് അതിൽ ഇരിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കാലുകൾ, ചെയറിൻ്റെ കാലുകൾ ചില സമയത്ത് വിരിഞ്ഞു പോകുന്നതെന്ന് പറയുന്നത് അത് ശരിക്കും റിബ്ബുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ കാലുകളെയും അതിൻ്റെ ബേസ്മെൻറ്റ് സീറ്റിനെയും യോജിപ്പിക്കുന്ന റിബ്ബുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും കാലുകൾ ഇങ്ങനെ വിരിഞ്ഞ് സൈഡിലേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പിലുള്ള റിബ്ബുകളാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ 4 തരം റിബ്ബുകളാണ് സാധാരണഗതിയിൽ ചെയർ മാനുഫാക്ചേഴ്സ് കൊടുക്കുന്നത്. ഒന്ന് ക്രോസ് റിബ്ബുകളാണ്. ക്രോസ് റിബ്ബുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലിൻ്റെ ആ ഭാഗത്തുനിന്ന് മറ്റേ കാലിൻ്റെ ആ ഭാഗത്തേക്ക്, അതിൻ്റെ ഏറ്റവും ഓപ്പോസിറ്റുള്ള കാലിൻ്റെ ആ ഭാഗത്തേക്ക് ക്രോസ് ആയിട്ട് നിൽക്കുന്ന റിബ്ബുകളാണ് ക്രോസ് റിബ്ബുകൾ എന്ന് പറയുന്നത്. അത് പിന്നെ ഓവറാൾ സ്റ്റെബിലിറ്റിക്ക് ക്രോസ് റിബ്ബുകൾ വളരെ നല്ലതാണ്. പിന്നെ സ്ട്രെയിറ്റ് റിബ്ബുകളാണ്. സ്ട്രെയിറ്റ് റിബ്ബുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇരിക്കുന്ന ബേസ്മെൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ബാക്ക് എൻഡ് വരെ പോകുന്ന റിബ്ബുകളാണ്
സ്ട്രെയിറ്റ് റിബുകൾ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് ഹോണിക്കോംബ് റിബുകൾ എന്നാണ്, അല്ലെങ്കിൽ ഗ്രിഡ് റിബുകൾ എന്നാണ് അതിന് പറയുന്നത്, ഹോണിക്കോംബ് റിബ്സ്. ഈ ഹോണിക്കോംബ് റിബുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഈ പ്രീമിയം ചെയറുകളിലൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത്. അതൊരു ഹെക്സഗൺ, നമ്മുടെ തേനീച്ചയുടെയൊക്കെ കൂടുണ്ടല്ലോ, അതിൻ്റെ ആ ഹെക്സഗൺ 6 മൂലകളുള്ള ഹെക്സഗൺ പോലെയുള്ള റിബുകളാണ് ഈ ഹോണിക്കോംബ് റിബുകൾ എന്ന് പറയുന്നത്. പിന്നെ തിക്ക് എഡ്ജ് റിബ്, നാലാമത് തിക്ക് എഡ്ജ് റിബ്. ഇത് നമ്മൾ സാധാരണ ഇരിക്കുന്ന ഭാഗത്തിൻ്റെ സൈഡിലാണ് കാണാൻ പറ്റുക, എൻഡിൽ, ബോർഡറിൽ, ഈ നമ്മൾ ഇരിക്കുന്ന ബേസ്മെൻ്റ് ഉണ്ട് അതിൻ്റെ ബോർഡറിലാണ് ഈ തിക്ക് എൻഡ് റിബുകൾ കാണാൻ പറ്റുക. അപ്പോൾ ഇത് നമ്മൾ ഈ റിബുകളുടെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ, നമ്മളൊരു പാലം, ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ ബീമുകൾ നമ്മൾ മെറ്റലിൻ്റെ ഇരുമ്പിൻ്റെ ബീമുകൾ കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെയാണ് ഈ റിബുകൾ നമ്മുടെ വെയിറ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ചെയറിൻ്റെ അടിയിൽ കൊടുക്കുന്ന റിബുകൾ നമ്മുടെ ഒരു പാലത്തിൻ്റെ അടിയിൽ കൊടുക്കുന്ന ഒരു ബീം പോലെയാണ് ഈ റിബുകൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിബുകളില്ലെങ്കിൽ എന്തൊക്കെയാണ് ഇത് നമുക്കതിൻ്റെ ഒരു ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രാക്കായിപ്പോവും, പെട്ടെന്ന് ക്രാക്കാവും ചെയർ. മിഡിൽ നമ്മളെ ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ അതിൻ്റെ നടുക്കാണ് ക്രാക്കാവുക റിബുകളില്ലെങ്കിൽ. പിന്നെ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും, പപ്പടം പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോവും. മറ്റേ റിബുകൾ ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടി അങ്ങനെ തുടങ്ങുകയുള്ളൂ, ഉണ്ടെങ്കിലും പൊട്ടും. പക്ഷേ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും. മറ്റേ റിബില്ലാത്ത ചെയറിന് മാതിരി ഒന്നായിട്ടൊരു പൊട്ടില്ല. പിന്നെ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലുകൾ ഇങ്ങനെ വിരിഞ്ഞു പോകുന്ന ഇതുണ്ടല്ലോ, അതിന് നമ്മൾ റിബുകൾ ഉണ്ടെങ്കിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഷെയ്ക്ക് ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുന്ന ചെയറുകളുണ്ട്. ഈ കുഴച്ചിലിനെ പ്രിവെൻറ്റ് ചെയ്യാനും റിബുകൾ സഹായിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെയറിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് 50% കൂട്ടാൻ നല്ല റിബുകളുള്ള ചെയറാണെന്നുവെച്ചെങ്കിൽ ചെയറിൻ്റെ ലൈഫ് ഒരു 50% ടൈം വരെ കൂടും. റിബ് ഇല്ലെങ്കിൽ അത്രയും അതിൻ്റെ ലൈഫ് കുറയും. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിബ് എന്തുകൊണ്ടാണ് ചില ആൾക്കാർ കൊടുക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്ലാസ്റ്റിക്കിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ചെയറിലുള്ള ചില മാനുഫാക്ചേഴ്സ് റിബുകൾ കൊടുക്കില്ല, അല്ലെങ്കിൽ റിബുകളുടെ എണ്ണം കുറയ്ക്കും. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ തൂക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും നമുക്ക് അതിൻ്റെ വില കുറയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിബുകൾ ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ റിബുകളുടെ കനം കുറച്ചിട്ട് നല്ല കനമുള്ള റിബിന് പകരം കനം കുറഞ്ഞ റിബുകൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ചെയർ വാങ്ങിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് റിബുകളൊക്കെ സ്ട്രോങ് ആണോ, നല്ല വീതിയുള്ള റിബുകളാണോ. പിന്നെ അത് ഒരു തലയ്ക്ക് നിന്ന് തുടങ്ങിയിട്ട് മറ്റേ തല വരെ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് റിബുകൾ. ചില മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ റിബുകൾ കുറച്ച് ദൂരം ഉണ്ടാക്കും, അതിൻ്റെ ബേസ്മെൻറ്റിന് കുറച്ച് ഉണ്ടായിരിക്കും, ഒരു 4-5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും, പിന്നെ ബാക്കി അങ്ങ് കട്ടായി പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ എൻഡിൽ നിന്നായിരിക്കും കുറച്ച് റിബുകളുടെ, അങ്ങനെ കണ്ടിന്യൂസ് അല്ലാതെ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ സ്ട്രോങ് ആണോ എന്നുള്ളത് നോക്കുക. അത് ക്രോസ് ആയിട്ടുള്ള റിബുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. ഒരു കാലിൻ്റെ അവിടെ നിന്ന് വേറൊരു കാലിൻ്റെ അവിടേക്ക് വരുന്ന റിബുകൾ വളരെയധികം ക്രോസ് ആയിരിക്കും. പിന്നെ നമ്മളിങ്ങനെ അമർത്തുന്ന സമയത്ത്, ചെയറുകൾ അമർത്തുന്ന സമയത്ത് അത് കണ്ടമാനം പ്രസ്സാക്കുന്ന സമയത്ത് കണ്ടമാനം ബെൻഡ് ആവുന്നുണ്ടെങ്കിൽ ആ ചെയർ നമ്മൾ വാങ്ങിക്കരുത്. അത് റിബില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റിബുകൾ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീതിയുള്ള നല്ല റിബുകൾ കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ചെയറിൻ്റെ ഈ ലൈഫ് നമുക്ക് വളരെയധികം കൂട്ടാൻ പറ്റും. അത് നമ്മുടെ ബാക്ക് റെസ്റ്റിലാണെങ്കിലും സീറ്റിംഗ് ഇരിക്കുന്ന ഭാഗത്താണെങ്കിലും. ഇത്രയും കാര്യങ്ങളാണ് റിബുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നമ്മൾ എപ്പോൾ ചെയർ നോക്കുമ്പോൾ നമ്മളതിൻ്റെ മോഡലും ഇതും കളറും കാര്യങ്ങളും പാറ്റേണൊക്കെ നോക്കുന്നതിന് പകരം ഈ റിബുകളും തല തിരിച്ചിട്ടൊന്നും നോക്കുക. ഈ റിബുകൾ എത്ര സ്ട്രോങ് ആണെന്നുള്ളത് നോക്കുക, ഏതൊക്കെ ടൈപ്പ് റിബുകളാണ് കൊടുത്തിരിക്കുന്നത് നോക്കുക. കാരണം എന്തൊക്കെ പറഞ്ഞാലും ചെയർ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സമയം ഉപയോഗിക്കുന്ന ഒരു ഫർണിച്ചറാണല്ലോ, കുറേ സമയം ഇരിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ സേഫായിട്ട് ഇരിക്കാൻ പറ്റിയുള്ള ചെയറുകൾ നോക്കി തിരഞ്ഞെടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്.